നിപ സ്ഥിരീകരണത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വീണ്ടും നേട്ടം. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ സംശയമാണ് മലപ്പുറത്തെ 18-കാരിയുടെ നിപ പരിശോധനയിലേക്ക് നയിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഒരു തരത്തിലും ആ വ്യക്തിയുടെ കേസ് ഷീറ്റിൽ നിപ സംശയിക്കപ്പെട്ടിട്ടില്ല. ബ്രെയിൻ്റെ ഡാമേജ്, ആ നിലയിൽ ബ്രെയിനിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് ആ ഫോറൻസിക് സർജനെ വാസ്തവത്തിൽ വലിയ രീതിയിൽ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. പനി ബാധിച്ച് മരിച്ച മങ്കട സ്വദേശിയുടെ മൃതദേഹമാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തുന്നത്. ഈ മാസം 1-ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനുണ്ടായ സംശയം നിപ പരിശോധനയിലേക്ക് നയിച്ചു. മെഡിക്കൽ കോളേജിലെ ആദ്യ പരിശോധനയിൽ ഫലം പോസിറ്റീവ്. സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. മെഡിക്കൽ കോളേജിലെ ഫലം പോസിറ്റീവായതോടെ ആരോഗ്യവകുപ്പ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലുള്ള നിപ വൈറസ് ബാധ ആദ്യഘട്ടത്തിൽ കണ്ടെത്താനായത് വലിയ നേട്ടമെന്ന് ഡോക്ടർ അനൂപ് കുമാർ AS അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ എല്ലാ സമയത്ത് രോഗം വന്നപ്പോഴും രോഗം വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും ഈ രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ട് തന്നെ ഈ രോഗ നിയന്ത്രണ സംവിധാനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാനും അതുകൊണ്ട് വ്യാപനം പിടിച്ചു നിർത്താനും സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നുവെന്ന വ്യാജ പ്രചാരണം നടക്കുന്നതിനിടെയാണ് നിപ രോഗനിർണയത്തിലെ സുപ്രധാന നേട്ടം. AK ലതീഷ്, കോഴിക്കോട്.